ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഇതും പറയും അല്ലേ പറടാ. ഇതാരാണ് അസ്മിക്കുട്ടി. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്നലെ ഷോപ്പിങ്ങിനൊക്കെ പോയി വന്ന് കല്യാണത്തിന് പോണ സമയത്ത് തന്നെ ആൾക്ക് പനിയുണ്ട്, ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ വെളുത്തപ്പോൾ നല്ലോണം പനിച്ചു. വായോ വാ എല്ലാവർക്കും ഇത് മുബാറക്ക് പറഞ്ഞ ഇത് മുബാറക്ക് പറയും. ഇത് മുബാറക്ക് പെരുന്നാൾ ആശംസകൾ. അപ്പോൾ പിന്നെ എന്താണ് എന്നാലും അവർക്ക് ഡ്രസ്സ് ഞാൻ എനിക്ക് എടുത്തില്ല കേട്ടോ. പിന്നെ അർഷനും എടുക്കാൻ പറ്റില്ല, കാരണം എനിക്ക് പനി ചെറുതായിട്ട് പിന്നെ കൂടി. ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ 10 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾക്കുള്ള ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയില്ല. മോനക്ക് വേഗം ഡ്രസ്സും സാധനങ്ങളും എടുത്തു കണ്ടു വന്നു. മോനക്ക് അത് പിന്നെ കുട്ടിയല്ലേ, അപ്പോൾ അതുകൊണ്ട് വേഗം എടുത്തു കണ്ടു വന്നു. അപ്പോൾ അതാ രാവിലെ നീറ്റ് ഹസ്ബൻഡിൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സ് മാറ്റാൻ പോകട്ടോ. അപ്പോൾ അതാ ആണ് അസ്മിൻ്റെ ഡ്രസ്സ് അവിടെ. ഇത് ഇന്നലെ മിഠായി വാങ്ങിയാണ്, ഇതൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ അതാ അസ്മിൻ്റെ ഡ്രസ്സ് നല്ല എന്താ പറയുക, ഈ കളറിന് എന്താ പറയുക, നമ്മുടെ വെണ്ണൂറ് കളറും പിന്നെ ഇത് ഒരു ടീഷർട്ടാണ് ഞാൻ എടുത്തത്. ഇതിന് മാച്ചാക്കിയിട്ടാണ് ഞാൻ പാൻറ്റ് എടുത്തത് കേട്ടോ. പിന്നെ ഷൂ ഉണ്ട്. ഇതാ ഷൂ പുത്തൻതാണിക്കന്ന് തന്നെ ഇട്ടെടുത്തത്. കാണിച്ചു കൊടുക്കാം. ഇത് രണ്ടുമാണ്. ഈ ഷൂ ആണ് കേട്ടോ പറ്റിയതല്ല, കുറച്ച് വലിപ്പം തോന്നിയതാണ്, അപ്പം ഇതെടുത്തു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സ്. അപ്പം ഇനി മാറ്റിയാ പറ്റടാ. അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞു. പനി അതോട് ഞാൻ പറഞ്ഞേക്കില്ല വിചാരിച്ചാണ്, പക്ഷെ എനിക്ക് പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഒന്നായിക്കോട്ടെ വിചാരിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വേണം എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ. പിന്നെ ഷോപ്പിലേക്ക് ഒന്ന് പോയിട്ട് വേണം വീട്ടിലേക്ക് പോകണമെങ്കിൽ. യൂണിഫോമിൻ്റെ വർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, അത് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടൊക്കെ വേണം വീട്ടിൽ പോകണമെങ്കിൽ. അപ്പോൾ ഗൈസ് ഇതാ അസ്മിക്കുട്ടി പള്ളിയിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ അർഷു റെഡി ആവുന്നുണ്ട്, പപ്പാരൊക്കെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ആൾ പനി ആയതുകൊണ്ട് ഞാൻ പള്ളിൻ്റെ അകത്തേക്ക് കയറ്റണം, അവിടെ പുറത്തിരുത്തിയാൽ മതി എന്നാണ്. പിന്നെ അവൻ്റെ ഒരു ആഗ്രഹമില്ല ഡ്രസ്സൊക്കെ ഇട്ടത് അവിടെ. പിന്നെ താങ്ക് യു. പിന്നെ വേറെന്താ, ഇന്ന് സ്പെഷ്യലായിട്ടൊന്നുമില്ല, സാദാ ചോറിനാണ്. വെറും ചോറും പുളിഞ്ചാറും പിന്നെ എന്താ പറയുക പയറുപ്പേരി, പപ്പടം, അച്ചാർ, ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചതും അതും അതിനാണ്. പിന്നെ രാവിലേക്ക് ഇന്ന് പുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ലിയോ, അപ്പോൾ ദാ ഗൈസ് ഞങ്ങൾ ഇപ്പോൾ ലിയോനെ ഇവിടെ ഉണ്ടോ കെട്ടൽ. പിന്നെ എന്താണെന്ന് വെച്ചാൽ താഴത്ത് കെട്ടുമ്പോൾ ഇതിൻ്റെ മുടിയൊക്കെ രോമം ഇത്തിരി ഡേഞ്ചറല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെയാണ് കെട്ടിയിടൽ. കൂടൊന്നും ഒരുക്കിയിട്ടില്ല. പിന്നെ ഞാൻ സാധനം കാണിച്ചട്ടെ. മീൻ വെള്ളം മാറ്റാറായിരിക്കണം. മീൻ വേണടാ, ലിയോ വേണോ, തെക്ക് വേണോ ലിയോ വേണോ. അപ്പം ഞാൻ വന്നത് ഇന്ന് പെരുന്നാളല്ല, അപ്പോൾ ലിയോനെ കുളിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ലിയോനെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കണോ. ഇവിടെ ലിയോ പോവാ, കുളിക്കാൻ പോവാ. വാ അയ്യോ വാ, മറക്ക് വാ. ഐ മറക്ക്. വാ വാ. അപ്പോൾ ഇതാ ഗൈസ് നമ്മുടെ ലിയ കുട്ടൻ കുളിച്ച് സുന്ദര കുട്ടപ്പനായില്ലടാ. പിന്നെ ആളെ കുളിപ്പിച്ചു, നല്ല രോമൊക്കെ ഒന്നതായി. ഞാളൊന്ന് കുറച്ച് നേരം ഒന്ന് വൃത്തിയാക്കും. പിന്നെ ഞാൻ ലിയോക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കണമെന്നുണ്ട്. ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടില്ല ഗ്യാസ് കണ്ട. നമ്മൾ പോയി പെരുന്നാക്കും നമുക്ക് മൈലാഞ്ചി ഇടാനുള്ള ടൈമുണ്ട്. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് മൈലാഞ്ചി ഇടണം. അപ്പോൾ നമ്മൾ ലിയോനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് എൻ്റെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടോ. എനിക്ക് ഇനി കുളിക്കാനുണ്ട്. അവനെ കുളിപ്പിച്ചതിൻ്റെ ശേഷമേക്ക് കുളിക്കാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അതാ ഞാൻ ചായ കുടിക്കുകയാണ്. പുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ.
ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഷോപ്പിലാണ്. എൻ്റെ ജോലിയൊക്കെ തീർത്തിട്ട് ഞാൻ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് വർക്ക് ചെയ്തത് കൊടുക്കാണ്ടായിരുന്നു. ഇന്നൊക്കെ ഉള്ള പെരുന്നാൾ തന്നെയാണ്. അപ്പോൾ അത് കൊടുക്കാണ്ടായിരുന്നു. പിന്നെ അവർക്ക് ഇടാനുള്ളതല്ലേ. അപ്പോൾ ഞാൻ പിന്നെ ഇതാ ഡ്രസ്സ് അതിനുണ്ട് ഇഷ്ടമായ അപ്പോൾ ഇരുന്ന് തയ്ച്ചതാണ് കേട്ടോ. ഞാനിതിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി അടിക്കാൻ വേണ്ടി വെച്ചതാണ്. പക്ഷെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അടിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം അടിച്ചില്ല. ഇപ്പോൾ ഇരുന്ന് അടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഇതാ ഇതുണ്ടോ. നല്ല ഡ്രസ്സിൽ നല്ല ഡ്രസ്സ്. ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട്. മീറ്ററിന് 300 ചില ഉറുപ്പ്യ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഈ മേലെ ഭാഗത്ത് യോക്കിൻ്റെ ഭാഗത്ത് അതാണ് കൊടുത്തിട്ട്. പിന്നെ ഇതാ ഈ താഴെ ഭാഗത്ത് ഇതാട്ടോ ഇതാണ് ചെറുത് ഇങ്ങനെ കുറച്ച് ഫ്ലീറ്റ് വരുന്ന ഐറ്റം ഡിസൈനാണ്. ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ ഞാൻ ഈ ചുരിദാർ തയ്ക്കാൻ എംബ്രോയിഡറി ചെയ്യാൻ കൊടുത്തെന്ന് പറഞ്ഞില്ല. അതായത് ബീഡ്സ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൈക്കും കഴുത്തിനും പിന്നെ ചുരിദാറിൻ്റെ താഴെ ഡിസൈൻ ചെയ്യാൻ കൊടുത്തിക്കണമെന്ന് അറിയില്ല. അപ്പോൾ അത് പെരുന്നാൾ കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുള്ളൂ. പിന്നെ എന്താ പറയുക, എൻ്റെ നാത്തുമാരനെയാണ് ഡിസൈൻ ചെയ്ത് തരുന്നത്. അപ്പോൾ അവരോട് ഞാൻ നിർത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു വീട്ടിലേക്ക് ഒന്ന് പോവില്ല. അപ്പോൾ പോകുമ്പോൾ എന്തെങ്കിലും ഇടണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് തയ്ച്ചതാണ് കേട്ടോ. പിന്നെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടില്ല. ഞാനിത് ജസ്റ്റ് ഇട്ട് നോക്കിയപ്പോൾ ഒരു വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വേഗം വീഡിയോസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ഇഷ്ടമായോ. പിന്നെ താഴത്ത് അത്യാവശ്യം ഹെവി വർക്കാണെന്നുണ്ടോ. അപ്പോൾ വർക്കൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇപ്പോൾ പെരുന്നാൾക്ക് ഇറങ്ങിയതാണ്. എന്താണ് സറാറ എന്തോ ആ മോഡലിൽ ഞാൻ തയ്ക്കണം കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയാണ്, ഇനി ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ പോകണം, ഭക്ഷണം കഴിക്കണം. കഴിഞ്ഞിട്ട് വേണം എൻ്റെ വീട്ടിൽ പോകണം. എൻ്റെ വീട്ടിൽ പോകാൻ കേട്ടോ. എന്താ അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടമായോ. എന്നാൽ എനിക്ക് ബർത്ത്ഡേക്ക് ഇടാൻ പറ്റാത്ത സങ്കടം ഞാൻ ഇപ്പോൾ പെരുന്നാക്കെങ്കിലും ഇട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ ബൈ. ഞാനിതാ ഷോപ്പിൽ നിന്നൊക്കെ വന്നു. നേരം 2:30 ആയിട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ അവർ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഒറ്റക്കാണ് കഴിക്കുന്നത്. അപ്പോൾ അതാ അന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് അച്ചാർ, പയറുപ്പേരി, പിന്നെ എന്താ പറയുക കുമ്പളങ്ങ കറി, പിന്നെ അതാ ചിക്കൻ പൊരിച്ചതുണ്ട്, പപ്പടമുണ്ട്, അച്ചാറുണ്ട്. അപ്പോൾ എല്ലാം കൂടിയാണ് ഞാൻ ഒറ്റക്കാണ് ഗൈസ് കഴിക്കുന്നത്. പിന്നെ സാരമില്ല, നമ്മുടെ ജോലിൻ്റെ ഭാഗമായതുകൊണ്ടല്ലേ. അപ്പോൾ സാധാരണ എല്ലാം വരുന്നൊക്കെ ഒരുമിച്ച് തന്നെയാണ് കഴിക്കാറ് കേട്ടോ. ഞാനിതാ 5 മണി ആയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ്. പിന്നെ ഷോപ്പിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ ഇനി ഷോപ്പ് അടച്ചിട്ട് വേണം പോകാൻ. ഇപ്പോൾ അത് ആർഷം അടക്കുകയാണ് കേട്ടോ. ഞാൻ ഈ രാവിലെ വെള്ള ഡ്രസ്സ് അടിച്ചില്ല, പക്ഷെ അതിന് പാൻറ് അടിക്കാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ അത് ഇട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ തൽക്കാലം തന്നെ ഇട്ടു. അനതാ ഞാൻ ഞങ്ങളുടെ പ്രകൃതി രമണീയമായ സ്ഥലത്തൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പറഞ്ഞാലും വർണ്ണിച്ചാലും മതി വരാത്ത നാടാണ് എൻ്റെ നാട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ചിലർക്കൊന്ന് നമ്മൾ എന്താ പറയുക യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്താൽ ഇത് ഈ സ്ഥലത്തുള്ള വീഡിയോസൊക്കെ കാണാം. അവിടെ തന്നെയാണ്. അപ്പോൾ അതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അസ്മി എപ്പോഴും ഉള്ളതല്ലേ, ആൾ വണ്ടിമ്മ കയറിയ അപ്പോൾ ഉറങ്ങിയത് ഉറക്കത്തിൽ തന്നെയാണ് ആൾ നല്ല. പിന്നെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി. ഇതേ സൺസെറ്റ് കാണാൻ. പിന്നെ നമ്മൾ കടലിൻ്റെ ഒക്കത്തൊക്കെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതേ നേരെ ആകാശത്തൊക്കെ നോക്കിയാൽ തന്നെ സൺസെറ്റ് കാണാം. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി തുടങ്ങി. ഇതാ ഉപ്പുണ്ട്, ഉമ്മ ഉണ്ട്, പിന്നെ അതൊക്കെ എൻ്റെ മൂത്താപ്പാൻ്റെ മക്കളും എളാപ്പാൻ്റെ മക്കളും പേരക്കുട്ടികളും എല്ലാവരും ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. പിന്നെ എൻ്റെ രണ്ടാമത്തെ താത്ത വരാണ്ട്. മൂത്ത താത്ത എത്തിയിട്ടില്ല, അവൾ ചിലപ്പോൾ നാളെ വരുള്ളൂ പറയും. അപ്പോൾ അതാ രണ്ടാമത്തെ താത്ത, അളിയന്, അവളുടെ 3 കുട്ടികൾ എല്ലാവരും കൂടിയാണ് കേട്ടോ വരുന്നത്. ഞാൻ എത്തിയിരിക്കുന്നു പറഞ്ഞിട്ട് റാസിക്കുട്ടാ എല്ലാവരും കൂടി വന്ന്. പിന്നെ ഇനി അധികം നേരം ഇവിടെ ഇരിക്കണില്ല, ബാങ്ക് കൊടുക്കാറായില്ല. അങ്ങനെ ഇനി ഇതാ ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ റോഡിൻ്റെ പണി ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ വീഡിയോ എത്രക്കുള്ളൂ, ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.